മരിച്ച വീട്ടിൽ പോയിട്ട് സിമ്പതി പഠിച്ചു പറ്റുന്ന ആവശ്യം. അയ്യോ എന്തൊക്കെയാണ് ഈ പറഞ്ഞു നടക്കുന്നത്, ഒക്കെ വളരെ മോശമുള്ള കാര്യം. കോമൺ സെൻസിലാകെ ചിന്തിച്ചൂടെ? ശ്രീലക്ഷ്മി എന്ന എൻ്റെ ബെസ്റ്റ് നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ സർജറി കഴിഞ്ഞ് കിടന്ന സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്, എന്നെ നോക്കിയ വ്യക്തിയാണ്, എന്നെ അത്രയും കെയർ ചെയ്ത വ്യക്തിയാണ്. ഹോസ്പിറ്റലിൽ പോകാനൊക്കെ എൻ്റെ കൂടെ വന്നൊരു സുഹൃത്താണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ലൈക്ക് എൻ്റെ സിസ്റ്റർ പോലെയാണ്. അപ്പോൾ അവളെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്കവിടെ പോകണ്ടേ? അവൾ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ കൂടെ ഒരു ഫാമിലി പോലെ ഞാൻ കാണേണ്ടത്. അപ്പം അവൾ പോയി. പിന്നെ അവിടെ മീഡിയാസ് വന്നതും അവർ കവർ ചെയ്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ശ്രീലക്ഷ്മിയുടെയും ഒക്കെ നല്ല ഫ്രണ്ട്സുകളുണ്ട്, ഒരുപാട് മീഡിയാസ് സുഹൃത്തുക്കളുള്ള വ്യക്തിയാണ് അവൾ. അപ്പോൾ അവൾ അച്ഛൻ മരിച്ചപ്പോൾ അഫ്കോഴ്സ് അവരൊക്കെ വരും അവിടെ കാണാൻ വേണ്ടി. അപ്പോൾ അവരെടുത്ത ബൈറ്റുകളാണ്, ഞാനത് അറിഞ്ഞിട്ട് പോലുമില്ല. അതിൽ ആ സമയത്ത് ഞാൻ എൻ്റെ മൈൻഡ്, ഞാൻ എൻ്റെ ഫാദറിൻ്റെ മരിച്ച ആ സമയമൊക്കെയാണ് ഞാൻ ഓർത്ത് അവിടെ നിൽക്കുന്നത്. കാരണം അതേ സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. പിന്നെ അവളെ ഭാവി, അവളെ അമ്മ, അവളെ അമ്മയും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മൈൻഡിലൂടെ കടന്നു പോയത്. പിന്നെ റീച്ചിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. മരിച്ച വീട്ടിൽ പോയിട്ട് സിമ്പതി പഠിച്ചു പറ്റുന്ന ആവശ്യം. അയ്യോ എന്തൊക്കെയാണ് ഈ പറഞ്ഞു നടക്കുന്നത്, ഒക്കെ വളരെ മോശമുള്ള കാര്യം.